ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രോഗശാന്തിയുടെ ദാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 12:28 ദൈവം സഭയിൽ 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, ആ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. ബൈബിൾ പറയുന്നു, അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചപ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും എല്ലാത്തരം രോഗങ്ങളും എല്ലാത്തരം വ്യാധികളും സുഖപ്പെടുത്താനും അവൻ അവർക്ക് അധികാരം നൽകിയെന്ന്. ഇത് മത്തായി 10:1 കാണാൻ സാധിക്കും. ദൈവിക ആരോഗ്യത്തിനും രോഗശാന്തിക്കും വേണ്ടി മാത്രമല്ല, കർത്താവിനോട് രോഗശാന്തിയുടെ ശക്തിക്ക് വേണ്ടിയും നിങ്ങൾ അപേക്ഷിക്കണം. ഇത് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, ഓരോ വിശ്വാസിക്കും വേണ്ടിയാണ്. മർക്കോസ് 16:17-18 വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങളെക്കുറിച്ച് കർത്താവായ യേശു പറയുന്നു. പ്രധാന അടയാളം, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും എന്നാണ്. യേശു സ്നേഹത്തോടെ കൽപ്പിക്കുന്നത് വീണ്ടും ശ്രദ്ധിക്കുക. രോഗികളെ സുഖപ്പെടുത്തുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ എന്ന്. ഇത് മത്തായി 10:8 കാണപ്പെടുന്നു. അതെ, യേശുക്രിസ്തുവിന്റെ രോഗശാന്തി ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ തീർച്ചയായും നിങ്ങളുടെ കൈകളെ സൗഖ്യമാക്കുന്ന കൈകളാക്കി മാറ്റും. പുനഃസ്ഥാപനം നൽകുന്ന അനുഗ്രഹീത കൈകൾ. കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് ദേവാലയത്തിന്റെ കവാടത്തിലിരിക്കുന്ന ഒരു മുടന്തനെ കണ്ടപ്പോൾ ഈ ശക്തി പ്രകടിപ്പിച്ചു. അവൻ ഉടനെ അവന്റെ കൈക്ക് പിടിച്ച് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ അവനോട് പറഞ്ഞു. ഉടനെ ആ മനുഷ്യന്റെ കാലുകളും കണങ്കാലുകളും ബലപ്പെട്ടു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 3:6-7 നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസിയും ശക്തിയും നിറഞ്ഞ മറ്റൊരു മനുഷ്യൻ സ്തേഫാനോസ് ആയിരുന്നു. അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, വിശ്വാസവും ശക്തിയും നിറഞ്ഞ സ്തേഫാനോസ് ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 6:8 കാണാൻ സാധിക്കുന്നു. പത്രോസ്, പൗലോസ്, സ്തേഫാനോസ്, ഫിലിപ്പ് എന്നിവർ ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെയുണ്ട്. ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ 9 ദാനങ്ങളിൽ ഒന്നായ രോഗശാന്തിയുടെ ദാനം അവൻ നമുക്ക് നൽകും. ഈ ദാനത്തിലൂടെ നാം പിശാചിന്റെ ചെങ്ങലകൾ പൊട്ടിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകും. ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകിയ ആത്മാവിന്റെ ദാനങ്ങളെ ഉയർത്തുക. ദാനങ്ങൾക്കും ശക്തിക്കും വേണ്ടി കർത്താവിനോട് അന്വേഷിച്ചുകൊണ്ട് എല്ലാ മാസവും ഒരു ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നീക്കിവെക്കുക. പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജ്വലിക്കുകയും തിളക്കത്തോടെ പ്രകാശിക്കുകയും ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് തന്റെ രോഗശാന്തി ശുശ്രൂഷയിൽ നിങ്ങളെ ശക്തമായി നയിക്കും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 6:8 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 13, 14, 15 വൈകുന്നേരം ലൂക്കോസ് 1 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.